ദശകം 13 ശ്ലോകം 5. ഗതോന്മർദ്ദേ തസ്മിം സ്തവ ഖലു ഗതായാം ദിദിഫുവോ ഗതാഘാതാത് ഭൂമൗ ചടിതി പരിതായാമഹഫോഹു മൃദുസ്മേരാസ്യത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഫു വിദധാനോരുരുചിഷേ. ഇതിൽ ഗതോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗതായാം ദിദിഫുവോ, ഗതായുദ്ധത്തിൽ, തസ്മിൻ തവ ഖലു ഗതായാം, അങ്ങയുടെ ഗത, ദിദിഫുവോ, ദിദിഫുവോ ആ ഗതയാകട്ടെ, ഗതാഘാതാത് ഭൂമൗ ഛടിതി പതിതായ മഹഫോഹു, ആ ഹിരണ്യാക്ഷൻ്റെ ഗതയുടെ, ഗതോന്മർദ്ദേ ആ ഗതയുടെ അടിയുടെ, ഗതാഘാതാത് ഭൂമൗ ഗതയുടെ ആഘാതം കൊണ്ട് ഗത ഭഗവാന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. ഛടിതി പെട്ടെന്ന്, പതിതായ മഹഫോഹു പെട്ടെന്ന് താഴേക്ക് വീണപ്പോൾ, എന്ത് ആശ്ചര്യം, എന്ത് ആശ്ചര്യം, ഭഗവാന്റെ ഗത താഴേക്ക് വീണപ്പോൾ അഹഹ ഫോഹു, എന്താശ്ചര്യം, എന്താശ്ചര്യം എന്ന് പറഞ്ഞു. ഭഗവാൻ മൃദുസ്മേരാസ്യസ്ത്വം, ആ ഭഗവാൻ ചെറു പുഞ്ചിരിയോടുകൂടി, ധനുജകുല നിർമൂലന ചണം, ആ അസുരകുലത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന മഹാചക്രം സ്മൃത്വ, ആ മഹാചക്രം എന്ന് വെച്ചാൽ ആ സുദർശന ചക്രത്തിനെ, സ്മൃത്വ കരഭുവി, ആ സ്മരിച്ചിട്ട് കയ്യിൽ ഏന്തിക്കൊണ്ട്, ദധാനോ രുരുചിഷേ ആ കയ്യിൽ ഏന്തിക്കൊണ്ട് വിളങ്ങി എന്നാണ്. ആ ധനുജകുലത്തിനെ മുഴുവൻ നിർമൂലനം ചെയ്യാൻ പറ്റുന്ന ആ സുദർശന ചക്രത്തെ ധ്യാനിച്ച് വരുത്തിയിട്ട് തൃക്കൈയിൽ വച്ച് വിളങ്ങി. ഇതിൽ അന്യമായിട്ട് പറയുകയാണെങ്കിൽ, ഗതായുദ്ധത്തിൽ ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഭഗവാന്റെ കയ്യിൽ നിന്നും ഗത തെറിച്ച് വീണു. അപ്പം ഇതെന്ത് ആശ്ചര്യം എന്ന് പറഞ്ഞതും ഭഗവാൻ ചെറു പുഞ്ചിരിയോടുകൂടി ആ ധനുജകുലത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ആ സുദർശന ചക്രത്തെ കയ്യിൽ വരുത്തിയിട്ട് തിളങ്ങി എന്നാണ്. ഇതിൽ ഭഗവാന്റെ ആയുധം വീണപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ ആക്രമിച്ചില്ല. വേണമെങ്കിൽ ഹിരണ്യാക്ഷന് ഭഗവാനെ ഉപദ്രവിക്കാമായിരുന്നു. ആ യുദ്ധധർമ്മം ഹിരണ്യാക്ഷൻ ആചരിച്ചു. നിരായുധനെ ആക്രമിക്കില്ല എന്നുള്ള യുദ്ധധർമ്മം ഹിരണ്യാക്ഷൻ ആചരിച്ചു. അതനുസരിച്ച് ഹിരണ്യാക്ഷൻ്റെ പ്രവൃത്തിയെ ബഹുമാനിക്കുകയും ചെയ്തു. എങ്കിലും ഭഗവാൻ ഉടനെ സ്മരിച്ചാൽ കയ്യിൽ കിട്ടുന്ന ആ സുദർശന ചക്രം കയ്യിൽ വരുത്തി ശോഭിച്ചു. ഇതാണ് ഈ 4 വരിയിലും മേൽപ്പത്തൂർ പറയുന്നത്. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗതായാം ദിദിഫുവോ ഗതാഘാതാത് ഭൂമൗ ചടിതി പതിതായ മഹഫോഹു മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭു വിദധാനോരുചിഷേ.